ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. This is a famous speech that Dr. Kalam gave when he visited Kerala. That is why probably this has been included in your syllabus. ഈ സ്പീച്ചിൽ ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് ശാസ്ത്രയാൻ എന്നൊരു പ്രോഗ്രാമിൻ്റെ ഇനോഗറേഷന് പോയപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം നടത്തിയൊരു മറ്റൊരു സ്പീച്ചിന് ഇടയിൽ നടന്നൊരു സംഭവത്തെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഡോക്ടർ കലാം വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രസിഡൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രസിഡൻ്റ് എന്ന പദവി ഈസ് മോർ ഓർ ലെസ് ഒരു ടൈറ്റുലർ ഹെഡാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ. ഹി ഡസൻ ഹാവ് റിയൽ പവേഴ്സ്. ഓൾ ദ റിയൽ പവേഴ്സ് റെസ്റ്റ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക പദവിയാണ് ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റേത്. പ്രോബ്ലി പ്രൈം മിനിസ്റ്ററിന് കിട്ടുന്ന അത്രയും മീഡിയ പ്രസൻസ് ഒന്നും പ്രസിഡൻസിന് കിട്ടാറില്ല. ബട്ട് ഡോക്ടർ കലാം വാസ് എൻ എക്സെപ്ഷൻ. ഹി വാസ് എൻ എക്സ്ട്രീംലി പോപ്പുലർ മാൻ, എസ്പെഷ്യലി വിത്ത് സ്റ്റുഡൻസ് ഓഫ് the student community of India, because wherever he went, Dr. Kalam made it a point to go and visit schools and interact with students, schools and colleges. അപ്പം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഡോക്ടർ കലാം പ്രസിഡൻ്റ് ആയത്. സോ എനിക്ക് ഓർമ്മയുണ്ട്, വാർത്തകളിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ കലാം. ഹി വാസ് നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ബിക്കോസ് ഒരു എയറോസ്പേസ് എഞ്ചിനീയർ എന്ന നിലയ്ക്ക്, സയൻറ്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഹി മെയ്ഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാം. അതുപോലെ തന്നെ സിവിലിയൻ സ്പേസ് പ്രോഗ്രാമിനൊക്കെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഹി വർക്ക്ഡ് ഇൻ ബോത്ത് DRDO ആൻഡ് ISRO. ഇത് രണ്ടും ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമും സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആകുന്ന, അല്ലെ ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആകുന്ന ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അപ്പം ഹി മെയ്ഡ് വെരി വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. ജനപ്രിയത കൊണ്ടും അല്ലേ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചൊരു സ്വപ്നം, അത് പ്രത്യേകിച്ച് ഈ വർഷം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ഹിം, ബിക്കോസ് 2020 വാസ് എ ഇയർ that Dr. Kalam believed that in 2020 India could become one of the top 4 nations in the world if he had a plan to make India a developed country by 2020. Vision 2020 എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് ബുക്കാണ് വിങ്സ് ഓഫ് ഫയർ. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളിലൂടെയും സ്പീച്ചുകളിലൂടെയും പിന്നെ സയൻറ്റിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിലൂടെയൊക്കെ വളരെ ഫേമസ് ആയതും പോപ്പുലർ ആയതും റെസ്പെക്റ്റഡ് ആയ ഒരു ഫിഗറായിരുന്നു ഡോക്ടർ കലാം. അദ്ദേഹം സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു സ്പീച്ചാണ് ഹിസ് ഷെയറിങ് ഹിസ് ഡ്രീംസ് അബൌട്ട് ഇന്ത്യ, ഹൗ ടു മേക്ക് ഇന്ത്യ എ പവർഫുൾ കൺട്രി. അതിൽ ഒരു പോയിൻ്റാണ് ഈ സ്പീച്ചിൽ സ്ട്രെസ് ചെയ്യുന്നത്, ഹൗ ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, ഒരു യങ് ബഡിങ് സിറ്റിസൺ എന്ന നിലയിൽ, ഒരു ഗ്രോയിങ് ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ദർ ഇസ് സംതിങ് ഇന്നെവിറ്റബിൾ ഫോർ അവർ സർവൈവൽ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെൽഫ് ബിലീഫാണ്, ഒരു സ്ട്രോങ് ബിലീഫ് ഇൻ യുവർ ഓൺ എബിലിറ്റീസ്. വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്ത് നോക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് തൻ്റെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഒരു ഡ്രീം ഉണ്ടാക്കി ആ ഡ്രീമിൻ്റെ പിറകെ, ഒരു ഡ്രീം ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വലിയ പരാജയം എന്നൊരാശയമാണ് ഇതിലൂടെ തരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഡ്രീം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ഒന്ന് സ്പർശിച്ചു പോകുന്ന വളരെ ഇൻസ്പയറിംഗ് ആയ മറ്റൊരു സ്പീച്ചാണ്. ഹി ബിഗിൻസ് ദ സ്പീച്ച് ബൈ കോട്ടിങ് a song, an American song. ആ സോങ് ഇങ്ങനെയാണ്: When I wish upon a star, makes no difference who I am, anything my heart desires will come to me എന്നാണ്. ഇത് ഒരു നക്ഷത്രത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾ ആരാണ് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടിയെത്തും എന്നൊരു ആശയമാണ്. ഇതൊരു ആക്ച്വലി ഒരു വോൾട്ട് ഡിസ്നിയുടെ ഒരു സിനിമയുടെ ഓപ്പണിംഗ് സീനിലെ ഒരു സോങ് ആണ്.
അത് അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്, സ്വപ്നങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തെ സധൈര്യം കാണാനുള്ളൊരു ധൈര്യമുള്ള ഒരാൾക്ക് ആ സ്വപ്നം നിങ്ങളെ തേടിയെത്തും എന്നാണ് ഇതിൻ്റെ ആശയം. ഒരുപക്ഷെ പലർക്കും ഇതിനിടയിൽ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാകും, പൗലോ കൊയ്ലോയുടെ ഒരു ഫേമസ് കോട്ടുണ്ട്, നോവലിസ്റ്റായ ആൽക്കമിസ്റ്റ് എന്ന നോവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പറയുന്ന റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കോട്ടാണത്. നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ, അത് വളരെ ഇൻറ്റൻസും റിയലുമാണെങ്കിൽ ദ ഹോൾ വേൾഡ് വിൽ കൺസ്പയർ, ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തി നിങ്ങൾക്കത് കൊണ്ടുതരുമെന്നാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം, ഇഫ് ഇറ്റ്സ് ഇൻ ദ റൈറ്റ് പാത്ത്, ഇഫ് ഇറ്റ്സ് ഇൻ ദ റൈറ്റ് വേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിയായ യഥാർത്ഥമായൊരു കാര്യമാണെങ്കിൽ, അത് റിയലാണെങ്കിൽ, ലോകത്തെ എല്ലാ പ്രതിബന്ധങ്ങളും തനിയെ വഴിമാറിത്തരും എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴും എല്ലാവരുടെയും കാര്യത്തിൽ ശരിയാകണമെന്നില്ലെങ്കിലും ഈ ഒരു സ്പിരിറ്റാണ് നമുക്ക് ലൈഫിൽ എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളത് എന്നൊരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്പീച്ച് തുടങ്ങുന്നത് തന്നെ. ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്ന, ആ സ്പീച്ചിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് യൂത്തിൻ്റെ പവറിനെയാണ്. ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ. ഭൂതകാലത്തിലെ യുവാക്കളുടെ കോൺട്രിബ്യൂഷൻസാണ് ഇന്നത്തെ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എപ്പോഴും യുവാക്കളാണ് മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൽ മുന്നിൽ വരുന്നത്, അല്ലേ? ഒരു പ്രായമെത്തുമ്പോൾ, പക്വത എത്തുമ്പോൾ, all human beings have a tendency to depend on the past. ഭൂതകാലത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് എ യങ് ജനറേഷൻ ഹു ഓൾവേസ് ബ്രേക്സ് ഓൾ റൂൾസ് സെറ്റ് ബൈ ദ പ്രീവിയസ് ജനറേഷൻസ് ആൻഡ് ബ്രിങ് അബൌട്ട് ന്യൂ ചേഞ്ചസ്. അങ്ങനെ ഒരു പ്രത്യേകത യുവാക്കൾക്കുണ്ട്. എപ്പോഴും മാറ്റങ്ങൾ വരുത്തുന്ന യുവാക്കളാണ്. നമ്മുടെ എന്ത് സാമൂഹിക പരിതസ്ഥിതിയിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, എല്ലാ ഫീൽഡിലും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. യുവാക്കളാണ് എപ്പോഴും മാറ്റങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അസേർട്ട് ചെയ്ത് പറയുന്നത്, നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഒരു യുവാവ് പോലും ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ ഏറ്റവും പവർഫുൾ റിസോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അത് കൽക്കരിയോ പെട്രോളിയമോ സ്വർണമോ ഒന്നുമല്ല, യുവാക്കളുടെ പ്രോജ്വലിക്കുന്ന മനസ്സുകളാണ്, അല്ലേ? ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദ യൂത്ത്. ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്നതെന്നാണ്. അപ്പം യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ് ഭൂമിയിലെ ഏറ്റവും വിലയേറിയ സമ്പത്ത് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അത് ഭൂമിയിൽ, ഓൺ ദി എർത്ത്, ഭൂമിയുടെ പുറത്തായാലും അണ്ടർ ദി എർത്ത്, ഭൂമിക്കടിയിലായാലും എബവ് ദി എർത്ത്, ആകാശത്തിലായാലും ഇതിനേക്കാൾ മൂല്യവത്തായ മറ്റൊരു റിസോഴ്സ് നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളുമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകം, ഓട്ടോബയോഗ്രഫി നമുക്ക് ഓർമ്മ വരികയാണ്, അല്ലേ? വിങ്സ് ഓഫ് ഫയർ എന്നാണ്, അഗ്നിച്ചിറകുകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രേസാണത്. ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ അഗ്നിച്ചിറകുകൾ കൊണ്ട്, അല്ലേ? കഠിനാധ്വാനത്തിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് ഡോക്ടർ കലാം. അവിടെ നിന്ന് ഇറ്റ് വാസ് എ ലോങ് ജേർണി ഫ്രം ദാറ്റ്, അല്ലേ? ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന പരമോന്നത പദവി വരെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഓർത്താൻ തന്നെ മതി. അഗ്നിച്ചിറകുകൾ കൊണ്ടാണ് ഒരുപക്ഷെ ഒരുപാട് പ്രതിബന്ധങ്ങളെ കടന്ന് അദ്ദേഹം പറന്നുപോയതും. ഐ എം ബോൺ വിത്ത് വിങ്സ് എന്നൊരു സ്പീച്ചിനെ കുറിച്ചാണ്, ഒരു ടോപ്പിക്കിലാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. ഒരു പ്രോഗ്രാം ആണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരു വില്ലേജിൽ ശാസ്ത്രയാൻ എന്നൊരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം പോയപ്പോൾ ഉണ്ടായൊരു അനുഭവമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊക്കെ അറിവ് നൽകാനായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ ഒരുപാട് 10,000-2000 കുട്ടികൾ ഒരുപാട് സ്കൂൾസിൽ നിന്നൊക്കെ വന്നു. Students who maybe was dreaming about becoming scientists
മാനേജേഴ്സ്, സിവിൽ സർവൻസ് അല്ലേ. ഇപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച, എപ്പോഴും മികച്ച പ്രൊഫഷനുകൾ എന്നറിയപ്പെടുന്ന പ്രൊഫഷണൽ അദ്ദേഹം എണ്ണി പറയുകയാണ്. എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, മാനേജേഴ്സ്, സിവിൽ സർവൻസ് ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്ന 2000-ഓളം കുട്ടികൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു വലിയ സദസ്സാണ്. അദ്ദേഹം ആലോചിക്കുകയാണ് ഈ 2000 വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ എംപവർ ചെയ്യുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് ദിസ് program by empowering 2000 members, ആക്ച്വലി 2000 ഫാമിലീസിനെയാണ് എംപവർ ചെയ്യുന്നത്. 2000 ഫാമിലീസിനെ എംപവർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇവർ വരുന്ന 200 ഗ്രാമങ്ങളിൽ നിന്നാണ്. അപ്പോൾ 200 ഗ്രാമങ്ങളെയാണ് ആ പ്രോഗ്രാം എംപവർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പങ്കെടുക്കുന്ന ഓരോ പരിപാടിയുടെയും ദൂരവ്യാപകമായ എഫക്ട്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചൊക്കെ ചിന്തിച്ച് വളരെ വിശാലമായൊരു കാഴ്ചപ്പാടോടെ എല്ലാ കാര്യത്തെയും കാണുന്ന ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ കലാം. മൈ ഇനോഗ്രൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു മിക്സഡ് ഓഡിയൻസ് ആണ്. അപ്പോൾ പാരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഓൺ ലുക്കേഴ്സൊക്കെ കാണുമല്ലോ, നാട്ടുകാരൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് 5000 ടോട്ടലി ഏകദേശം 5000-ഓളം വരുന്ന ഒരു വലിയ ഓഡിയൻസാണ്. അദ്ദേഹം അന്ന് ആ ശാസ്ത്രജ്ഞ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്നൊരു ടോപ്പിക്കാണ് അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ 2 സ്പീച്ചാണ്. അതായത് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ സ്പീച്ചിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ വെച്ച് ശാസ്ത്രജ്ഞ എന്ന പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷൻ സംസാരിച്ച് സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്ന സ്പീച്ചിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 2 കൺഫ്യൂഷൻ വരരുത്. ഒരു സ്പീച്ചിനുള്ളിൽ മറ്റൊരു സ്പീച്ചിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കഴിഞ്ഞു. അതേ സ്പീച്ചുകൾ ഫേമസ് ആണ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പത്രങ്ങളിലൊക്കെ പലപ്പോഴും എൻ്റെ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു കോമൺ കാഴ്ച എന്ന് പറയുന്നത്, ഹി യൂസ് ടു കം വിത്ത് എ ലാപ്ടോപ്പ് ആൻഡ് എ പ്രസൻറ്റേഷൻ. ഹി ഓൾവേസ് വാണ്ടഡ് LCD സ്ക്രീൻസ് വേർ എവർ ഹി വെൻ ടു അഡ്രസ് സ്റ്റുഡൻസ്. LCD സ്ക്രീനിൽ പ്ലാൻഡായ പ്രിപ്പയർഡായ സ്ലൈഡ്സൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ബേസിക്കലി പ്രസൻറ്റേഷനിലൂടെയൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര ഇൻറ്ററാക്റ്റീവായ സ്പീച്ചുകളാണ് അദ്ദേഹത്തിൻ്റെത്. എന്നിട്ട് ദർ വുഡ് ബി എ ടൈം ഹി വുഡ് സെറ്റ് അപ്പാർട്ട് സം ടൈം ടു ഇൻറ്ററാക്ട് വിത്ത് ദി ഓഡിയൻസ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വേർ റേസ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ പോകുന്നത്. അപ്പം അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാതെ അദ്ദേഹം 12 കുട്ടികളെ സെലക്ട് ചെയ്തു. എല്ലാവരോടും ചോദ്യം ചോദിക്കാനും എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം 12 കുട്ടികളെ സെലക്ട് ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്ത ഒരു ചോദ്യം അദ്ദേഹം ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഡോക്ടർ കലാമിനോട് ചോദ്യം ചോദിച്ച ആ ടീനേജർ, ഹി വാസ് ഫ്രം എ വെരി ഫാർ വില്ലേജ്. ദൂരെയുള്ളൊരു വില്ലേജിൽ നിന്ന്, ബാക്ക്വേർഡ് വില്ലേജിൽ നിന്ന് വരുന്ന ഒരു സാധാരണക്കാരനായ ഒരു പയ്യൻ, എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂത്ത് ഓഫ് ഇന്ത്യ, ഒരു ടിപ്പിക്കൽ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ഇന്ത്യൻ. നെർവസ്, ഭയങ്കര ടെൻഷനുള്ള, മുഖത്ത് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്, സർ ഐ ഡോണ്ട് നോ വാട്ട് ടു ആസ്ക്. ഞാൻ എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല എന്ന കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി. I'm nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education. ഒരു സീരിയസ് അലിഗേഷനാണ്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ഇന്ത്യൻ പ്രസിഡന്റിനോട് പബ്ലിക്കായ ഒരു ചടങ്ങിന് വെച്ച് ഹീ ഈസ് മേക്കിംഗ് ആൻ അലിഗേഷൻ. എൻ്റെ രാജ്യത്തെ എഡ്യൂക്കേഷനിലൂടെ ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ്. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. Whenever I talk, I compare myself with other students and their elegant dress. ഞാൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുടെ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളെയാണ്. എനിക്ക് പുതിയ വസ്ത്രങ്ങളൊന്നുമില്ല. ഞാൻ പഴകിയ വസ്ത്രം അണിഞ്ഞ് സ്കൂളിൽ പോകുന്നവനാണ്. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മെറീൻ എഞ്ചിനീയർ. അവൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പറയുകയാണ്, അവനൊരു മെറീൻ എഞ്ചിനീയർ ആണ്. ഈ മെറീൻ എന്ന് പറഞ്ഞാൽ കടൽ എന്ന വാക്കിൻ്റെ, സീ എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം കടലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന ടെക്നോളജി പഠിക്കണം എന്നാണ്. ഐ വോണ്ട് ടു ബിക്കം എ മെറീൻ എഞ്ചിനീയർ. പ്ലീസ് ടെൽ മീ, ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്.
അവൻ്റെ സ്വപ്നങ്ങൾ എത്ര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വലിയ ഫിലോസഫിയാണ്, കൃത്യമായ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് പോകാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ഫിലോസഫി തന്നെ പറയുന്ന ഒരാളോട് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് അവൻ്റെ അവ്യക്തമായ സ്വപ്നം പങ്കുവയ്ക്കുകയാണ്. ഐ വാണ്ട് ടു ബിക്കം എ മെറീൻ എഞ്ചിനീയർ, ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്, ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ്, ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് എ ഷിപ്പ്. അപ്പോൾ അവന് ക്യാപ്റ്റൻ ആവണം, അവന് കപ്പലിൽ യാത്ര ചെയ്യണം, കപ്പലിൻ്റെ എൻജിൻ ഉണ്ടാക്കണം. ഹി ഡസൻറ്റ് നോ വാട്ട് എക്സാക്ട്ലി ടു ഡ്രീം. കൺഫ്യൂസ്ഡ് ആയ സ്വപ്നങ്ങളാണ് അവൻ്റേത്. ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ? എന്നിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് അവൻ ചോദിക്കുകയാണ്, സാർ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ സാർ? ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് എ ഷിപ്പ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ്? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആരോട് ചോദിക്കണം? ഞാൻ എവിടെ പോയി തിരക്കണം? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, ഇപ്പോൾ ഒരു വേദിയിലിരിക്കുന്ന ആളുകൾ, ഒരു പ്രസിഡന്റ് വരുമ്പോൾ എപ്പോഴും ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓഫ് ദ സ്റ്റേറ്റ്, എസ്പെഷ്യലി ചീഫ് മിനിസ്റ്റർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, MLAs, അങ്ങനെയുള്ള ആളുകൾ, ഈവൻ ലോക്കൽ ബോഡീസിലെ റെപ്രസെൻറ്റേറ്റീവ്സിന് വരെ ആ സ്റ്റേജിൽ വിളിച്ച് ഇരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പ്രബുദ്ധമായൊരു ഒരു വേദിക്ക് മുന്നിൽ ഒരു വലിയ 5000-ഓളം പേരുള്ള സദസ്സിന് മുന്നിലാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവരെല്ലാവരുടെയും ശ്രദ്ധ ഈ പയ്യനിലേക്കായി. ഓഫ് കോഴ്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് നല്ലൊരു മീഡിയ പ്രസൻസും അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ക്യാമറ കണ്ണുകളെല്ലാം ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ മുഖത്തേക്കായി. കാര്യം അദ്ദേഹം എന്ത് മറുപടിയാണ് ഇതിന് നൽകാൻ പോകുന്നത്. ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്. ഡയസ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഡയസ് എന്ന് പറഞ്ഞാൽ വേദി എന്നാണ് അർത്ഥം, സ്റ്റേജ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്പെല്ലിംഗ് ആണ്. നമ്മൾ എല്ലാവരും തെറ്റിക്കാറുണ്ട്. അത് DAIS ആണ്, DIAS അല്ല. നിങ്ങൾക്ക് സ്പീച്ചൊക്കെ എഴുതുമ്പോൾ ഈ ഒരു ഡയലോഗ് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. എസ്സേ പാർട്ടിൽ 8 മാർക്സ് പ്രിപ്പയർ എ സ്പീച്ച്. അപ്പം ആ സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ എഴുതാവുന്നതാണ്. ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റരുത്, DAIS. സോ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളിരിക്കുന്ന ആ ഒരു വേദിയിൽ ഈ കുട്ടിയുടെ സിൻസിയർ നിഷ്കളങ്കമായ ക്വസ്റ്റ്യന് വാട്ട് ഈസ് ഹി ഗോയിങ് ടു റിപ്ലൈ? ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്, my dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students I have met. ഞാൻ കണ്ടിട്ടുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യനാണ് നീ ചോദിച്ചിരിക്കുന്നത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാനതിനെ വിലമതിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. നീ ഈ ചോദിക്കുന്ന ചോദ്യം നിൻ്റെ മാത്രം ഭയമല്ല എന്നെനിക്കറിയാം. ഒരുപാട് പേരുടെ ഭയത്തെ നീ എക്കോ ചെയ്യുന്നു. അതിൻ്റെ ഒരുപാട് പേരുടെ ഭയത്തെയാണ് നിൻ്റെ വാക്കുകൾ പ്രതിധ്വനിപ്പിക്കുന്നത്. നിൻ്റെ മാത്രം പ്രശ്നമല്ല ഇതെന്ന് എനിക്കറിയാം. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യൻ പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. അദ്ദേഹം ഒരു കവിത കോട്ടിയാണ്, ഐ വിൽ ഫ്ലൈ. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ആ കവിത ഇങ്ങനെയാണ്: ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. സിമ്പിളായൊരു കവിതയാണ്, ചില ആശയങ്ങൾ മാത്രമുള്ള. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ കഴിവുകളോടെയാണ് ജനിച്ചത്. ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. എൻ്റെ ഉള്ളിൽ നന്മയും വിശ്വാസവും ഉണ്ട്. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എൻ്റെ ഉള്ളിൽ ഐഡിയാസ്, ആശയങ്ങളും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമുണ്ട്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നസ്. എൻ്റെ ഉള്ളിലൊരു മഹത്വമുണ്ട്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ്, ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ജനിച്ചത്. ഐ എം ബോൺ വിത്ത് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഈ എണ്ണിപ്പറഞ്ഞ ഓരോ ഗുണങ്ങളാണ് സത്യത്തിൽ ഓരോ മനുഷ്യൻ്റെയും ചിറകുകൾ. പൊട്ടൻഷ്യൽ, കഴിവ്; ഗുഡ്നെസ്, നന്മ; ട്രസ്റ്റ്, വിശ്വാസം. ആ 2 വാക്കുകൾ അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നത്, ആ കവിതയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, നന്മയും വിശ്വാസവും. നമ്മുടെ ഉള്ളിൽ എത്ര നന്മയുണ്ടായിട്ടും കാര്യമില്ല. ഗുഡ്നെസ്സിൻ്റെ കൂടി ട്രസ്റ്റ്, വിശ്വാസവും വേണം. ഈ നന്മ എൻ്റെ സഹജീവികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന വിശ്വാസം. ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ആശയങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് സാക്ഷാത്കരിക്കാൻ ഉള്ള സ്വപ്നങ്ങൾ ഹൃദയത്തിൽ പേര് നടക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ യു വിൽ നെവർ റിയലൈസ് യുവർ ഐഡിയാസ്. ഈ ഐഡിയാസിനെ പ്രാക്ടിക്കലാക്കാൻ ഒരിക്കലും നമുക്ക് സ്വപ്നങ്ങളില്ലാതെ, സ്വപ്നം കാണാത്തവന് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് ആ വാക്കുകളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് വിങ്സ്. ഈ ചിറകുകളുമായിട്ടാണ് ഞാൻ ജനിച്ചത്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിങ്. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ ആൻഡ് ഐ വിൽ ഫ്ലൈ. എനിക്ക് ചിറകുകളുണ്ട്. ഞാൻ ക്രോൾ ചെയ്യാൻ ജനിച്ചവനല്ല. ക്രോൾ ചെയ്യാൻ മീൻസ് ഇഴജന്തുക്കളാണ് ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ തൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിസ്സഹായനായി ചോദ്യം ചോദിച്ച ആ വിദ്യാർത്ഥിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
പറയാതെ അദ്ദേഹം ഈ വലിയ സദസ്സിന് മുന്നിൽ വെച്ച് പറഞ്ഞത്, നീ ഇപ്പോൾ ചെയ്തത് ഈ വലിയ വേദിക്ക് മുന്നിൽ ക്രോൾ ചെയ്യുകയാണ്. യു ആർ നോട്ട് മെൻ ടു ക്രോൾ. നീ ഇങ്ങനെ എഴയേണ്ടവനല്ല. നിനക്ക് ആരുടെയും സഹായമില്ലെങ്കിലും യു ഹാവ് വിങ്സ്. നിൻ്റെ വിശ്വാസം, നിൻ്റെ കഴിവുകൾ, ഇതെല്ലാം ഉപയോഗിച്ച് നീ പറക്കുകയാണ് വേണ്ടത്. നീ ഇപ്പോൾ ചെയ്തത് എഴയുകയാണ്. നെവർ ഡു ദാറ്റ്. ഇത് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ ധാർമ്മികമായൊരു അവകാശം എന്തുകൊണ്ടും ഡോക്ടർ കലാമിനുണ്ട്. ബിക്കോസ് ഹീ ഹിംസെൽഫ് വാസ് എ മാൻ ഹൂ ബിക്കെയിം വാട്ട് ഹീ ലേറ്റർ ബിക്കെയിം ത്രൂ പെർസിസ്റ്റൻസ് ആൻഡ് ഹാർഡ് വർക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാനുള്ള യോഗ്യതയുമുണ്ട്. യങ് ഫ്രണ്ട്സ്, അദ്ദേഹം എന്നിട്ട് ഒരു കവിത കോട്ട് ചെയ്ത് സദസ്സിനെയും ഒരുപക്ഷെ ആ വിദ്യാർത്ഥിയെയൊക്കെ കീഴടക്കിയിട്ട് ഹീസ് കണ്ടിന്യൂയിങ് വിത്ത് ഹിസ് സ്പീച്ച്. ഹീസ് എലാബറേറ്റിംഗ് ഹിസ് ഐഡിയ. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ ക്യാൻ യു ബി യുണീക്ക്. അദ്ദേഹം പുതിയൊരു ആശയം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ യുണീക്കാകാൻ കഴിയും, വ്യത്യസ്തനാകാൻ കഴിയും. ഐ ഹാവ് മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. അദ്ദേഹം എണ്ണി പറയുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇതുവരെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒരു റൗണ്ട് ഫിഗർ കണക്കൂട്ടിയിട്ട് പറയുകയാണ്. ഐ ഹാവ് മെറ്റ് 15 million, 15 ദശലക്ഷം വിദ്യാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അവരുമായി. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഓരോ യുവാവിൻ്റെയും ഹൃദയത്തിനുള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം യുണീക്കാകുക എന്നുള്ളതാണ്, വ്യത്യസ്തനാകുക, മറ്റൊരാളെ പോലെ ആകുകയല്ല. അവനവൻ്റെ ഉള്ളിലെ വ്യത്യസ്തത കണ്ടെത്തി അതായി തീരുവാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ബട്ട് നമ്മൾക്ക് ചുറ്റുമുള്ള ലോകം, നമ്മുടെ അച്ഛനും അമ്മയും പേരൻസും ഗവൺമെൻറ്റും ഒക്കെ അടങ്ങുന്ന ലോകം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈസ് ടു മേക്ക് അസ് ലൈക്ക് സംബഡി എൽസ്. നമ്മളോട് എപ്പോഴും പാരൻസൊക്കെ പറയുന്ന ഒരു ചോദ്യമാണ്, അല്ലേ, ഒരു ആവശ്യമാണ്, നീ എന്താ അവനെ പോലെ ആവാത്തത്, നീ എന്തുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാത്തത്. അപ്പം അവിടെയാണ് അദ്ദേഹം പറയുന്നത്, ഫസ്റ്റ് റാങ്ക് ക്ലാസ്സിൽ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതൊരു ഫൈനൽ സൊല്യൂഷനോ ഒന്നുമല്ല അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എത്രയോ ആളുകൾ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, കോളേജ് പഠനം, സ്കൂൾ പഠനം, വിദ്യാഭ്യാസമൊക്കെ പകുതി വെച്ച് നിർത്തിപ്പോയവർ എത്രയോ പേർ, പീപ്പിൾ ലൈക്ക് സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായിരുന്ന സ്റ്റീവ് ജോബ്സ് ഒക്കെ ഡ്രോപ്സ് ഔട്ടായിരുന്നു. അപ്പം അവരൊക്കെ ദേ വെൻറ്റ് ഓൺ ടു ബിക്കം ഗെയിം ചേഞ്ചേഴ്സ് ഇൻ ദ ഫീൽഡ് ദേ വർക്ക്ഡ്. ഫുൾ വലിയ മാറ്റങ്ങൾ വരുത്തിയ ആളുകളാണ് അവരൊക്കെ. അവർ പക്ഷേ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്തിറങ്ങി, എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആരെയും പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക. ഇൻ യുവർ ഹോം ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് നെയ്ബേഴ്സ് ചിൽഡ്രൻ. അയൽക്കാരുടെ മക്കളെ പോലെ ആകാനാണ് അവർ ആവശ്യപ്പെടുന്നത്, പാരൻസ് നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളത്. ബൈ സ്കോറിങ് ഗുഡ് മാർക്സ് വെൻ യു ഗോ ടു സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വേഗം ടീച്ചേഴ്സിൻ്റെ ചോദ്യമാണ്, വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഫസ്റ്റ് 5 റാങ്കേഴ്സിനെ പോലെ ആകാത്തത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് 5 റാങ്കേഴ്സ് അവർ ഫസ്റ്റ് റാങ്കേഴ്സ് ആണ്. പ്രോബ്ലി എല്ലാവരും, അല്ലേ, ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ആദ്യത്തെ 5 റാങ്കിനുള്ളിൽ വരാൻ കഴിയില്ല. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. So wherever you go, people say you have to be like somebody else or everybody else. ഒന്നുകിൽ ആരെങ്കിലും പോലെ ആവാൻ പറയും, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആകാൻ ആവശ്യപ്പെടും. So now dear young friends, how many of you would like to be unique yourself? അദ്ദേഹം സദസ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് യുണീക്ക് ആകാനുള്ള ധൈര്യമുണ്ട്? എന്നിട്ട് ഒരു വാണിങ്ങോടെയാണ് അദ്ദേഹം ഇതിൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. ദ ചാലഞ്ച്, നിങ്ങൾക്ക് മുന്നിലെ വെല്ലുവിളി. നിങ്ങൾ യുണീക്കാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിലെ വെല്ലുവിളി ഇതാണ്. മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, ദ ചാലഞ്ച് ഇസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ക്യാൻ എവർ ഇമാജിൻ. നിങ്ങൾക്ക് യുണീക്കാവണമെങ്കിൽ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ബാറ്റിൽ, ഏറ്റവും തീക്ഷ്ണമായ യുദ്ധമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് യുണീക്കാവണമെങ്കിൽ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്, വ്യത്യസ്തനാകാനാണ് ബുദ്ധിമുട്ട്. എല്ലാവരെയും പോലും ആകാൻ, ഒഴുക്കിനെതിരെ നീന്താനാണ് പാട്. ഒഴുക്കിനൊപ്പം പോകാൻ എളുപ്പമാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങി കിടന്നാൽ മതി, വെള്ളം നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളും. ഒഴുക്കിനെതിരെ ചിലപ്പോൾ നീന്തേണ്ടി വരുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ പ്രതിസന്ധി നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് തളരാതെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്, നിങ്ങൾ വ്യത്യസ്തനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നിങ്ങളുടെ ഡെസ്റ്റിൻഡായ പ്ലേസ്, വിധിവിധമായി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന
ആ ഒരു സ്ഥലം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ വിധിവിഹിതമായൊരു സ്ഥലമില്ല. നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്ത്, നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ച്, എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ട്, എത്രത്തോളം ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നു, അവിടെ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ അതൊരു വിഹിതമായൊരു സ്ഥലമല്ല. നിങ്ങൾ അധ്വാനിച്ചെത്തുന്ന ആ ഒരു സ്ഥലത്ത് എത്തുന്നത് വരെ നോൺ സ്റ്റോപ്പായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഡെസ്റ്റിൻഡ് പ്ലേസ് ആണ് ദ യുണീക്ക് യു. ആ വ്യത്യസ്തനായ, നിങ്ങൾ മറ്റാരെപ്പോലെയുമല്ലാത്ത, നിങ്ങൾ മാത്രമായ ആ നിങ്ങൾ, അത് ആയിത്തീരുന്നത് വരെ ഒരു നിമിഷം പോലും റെസ്റ്റ് ചെയ്യാതെ, ഒരു നിമിഷം പോലും തളരാതെ, ഇഫ് യു ക്യാൻ കണ്ടിന്യൂ വർക്കിംഗ് ടുവേർഡ്സ് അച്ചീവിങ് യുവർ ഗോൾ, നോ ഫോഴ്സ് ഇൻ ദിസ് വേൾഡ് ക്യാൻ സ്റ്റോപ്പ് യു. താങ്ക് യു.